എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ ഗീതുവിന്റെ ഗോവിന്ദന്റെ ഇന്നത്തെ നല്ലൊരു വിശേഷം കണ്ടാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് ഗീതു ഹോസ്പിറ്റൽ ഗോവിന്ദനെ കുറിച്ചുള്ള നല്ല നല്ല ഓർമ്മകളുമായിട്ട് ഇങ്ങനെ ഇരിക്കുമായിരുന്നു. ഓരോ കാര്യങ്ങളൊക്കെ വിചാരിച്ചുകൊണ്ടിരിക്കുക. താനും ഗോവിന്ദനും കൈ പിടിച്ച് റോഡിൽ കൂടെ പോകുന്നു, തന്റെ പ്രണയം തുറന്നു പറയുന്നതൊക്കെ. പെട്ടെന്നാണ് ഗീതുവിന്റെ ഫോണിലേക്ക് ഒരു മെസ്സേജ് വരുന്നത്. ഗീതു പെട്ടെന്ന് ഞെട്ടി ഉണരുക. അങ്ങനെ മെസ്സേജ് എടുത്ത് നോക്കണം. നോക്കി കഴിയുമ്പോഴത്തേനും കാണുന്ന കാഴ്ചയോ, ഗോവിന്ദേട്ടനും അയ്യപ്പനും രണ്ടുപേരും കൂടെ മദ്യപിച്ച് അവിടെ നിന്ന് പാട്ടും കൂത്തും ഒക്കെ ആയിട്ടിരിക്കുന്നത്. അത് വീഡിയോ ഇട്ട് കൊടുത്ത രഞ്ജുവാണ്. ഈ കാഴ്ച കൊണ്ട് ഗീതുവിന് സഹിച്ചില്ല. ഓഹോ, അപ്പൊ താൻ അവിടെ ഇല്ലാത്ത സമയത്തൊക്കെ അർമാദിക്കുമല്ലേ, കാണിച്ചു തരുന്നുണ്ട്. പിന്നീട് രഞ്ജു അതിന്റെ ഇടയിൽ വോയിസ് മെസ്സേജും കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു. ഗീതു, നീ ഇവിടെ ഇല്ലാത്തോണ്ട് ഇവര് ഭയങ്കരമായിട്ട് ഇവിടെ കിടന്ന് സന്തോഷിക്കുവാന്ന് പറയണം, ഇവിടെ ഭയങ്കര കുടിയും ബഹളാന്ന് പറയണം. ഇതും കൂടെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ഗീതുവിന് സഹിച്ചില്ല. ഞാൻ കാണിച്ചു തരാം. അപ്പൊ ഞാൻ ഇല്ലാത്ത സമയം ഇതാ പരിപാടിയില്ലേ, ഞാൻ ഇവിടെ കണ്ണേട്ടനെ മാത്രം ഓർത്തോണ്ടിരിക്കുമായിരുന്നു. അപ്പൊ എന്നോട് വേണ്ടായിരുന്നു ഈ ചതി. ഇന്ന് ഞാൻ കാണിച്ചു തരാം, ഞാൻ വെച്ചിട്ടുണ്ട്, ഞാൻ അങ്ങോട്ട് വരാൻ പോവാന്ന് പറഞ്ഞിട്ട് ഗീത രണ്ടും കൽപ്പിച്ച് വീട്ടിലേക്ക് പോകാൻ തുടങ്ങുക. ഈ സമയത്ത് ഗോവിന്ദനും അയ്യപ്പനും കൂടെ നല്ല മദ്യവെച്ച് ലഹരിയായിട്ടിരിക്കുക. ഈ സമയം ഗോവിന്ദൻ പറഞ്ഞു, അതാ ഇപ്പേട്ടാ, അധികം വൈകാതെ തന്നെ എന്റെ മനസ്സിലുള്ള ഞാൻ അവളോട് തുറന്നു പറയുന്നു പറയാം. പിന്നെ തുറന്ന് പറഞ്ഞു തന്നെ, ഇത് കുറെ കാലമായി ഞങ്ങൾ കേൾക്കാൻ തുടങ്ങിയിട്ട്. എന്റെ കുഞ്ഞെ, ഇതൊക്കെ നടക്കുന്ന വല്ല കാര്യമാണെന്ന് ചോദിക്കും. അതെന്താ അയ്യപ്പേട്ട അങ്ങനെ പറഞ്ഞേ, ഞാൻ മനസ്സിലുള്ള കാര്യങ്ങൾ തുറന്നു പറയില്ലെന്ന് ചോദിക്കും. എപ്പ പറഞ്ഞെന്ന് ചോദിച്ചാൽ മതി. അയ്യപ്പേട്ടൻ കണ്ടു, അടുത്ത വർഷം ഇതേ സമയമായപ്പം അയ്യപ്പേട്ടന്റെ പുറത്ത് ആന കളിക്കാനായിട്ട് എന്റെ മക്കളോട് ഓടിച്ചാടി നടക്കും. പിന്നെ വല്ല മായാഗീതുവിന്റെ മായാമക്കളായിരിക്കും എന്ന് പറയാം. അതെന്താ അയ്യപ്പേട്ട? എന്റെ കുഞ്ഞെ, നീ ഇതൊന്നും പറയാൻ പോകുന്നില്ല, പറയാനാണ് എത്രയോ അവസരം കിട്ടിയതാ, എന്നിട്ട് പറഞ്ഞോന്ന് ചോദിക്കും. ഈ സമയം ഗോവെന്നും പറഞ്ഞു, അയ്യപ്പേട്ടൻ എന്നിട്ട് എന്താ കാണിച്ചേ? അയ്യപ്പേട്ടന് പറയാന്ന് പറഞ്ഞോണ്ട് ഗീതിന്റെ അടുത്ത് എന്നിട്ടോ, ഞാൻ ഡ്രഗ്സിന് അടിമയാണ്, എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഉണ്ടായത്, അതൊന്നും ഞാൻ അത്ര പെട്ടെന്ന് മറന്നു പോയിട്ടില്ലെന്ന് പറയാം. അല്ല, അത് പിന്നെ ഞാൻ കൂടുതലൊന്നും പറയണ്ട, എനിക്കറിയാം എന്റെ ഭാര്യയോട് ഇഷ്ടം തുറന്നു പറയാനായിട്ട്, അവളോട് ഞാൻ തുറന്നു പറയും. കണ്ടു. അപ്പൊ ഈ സമയം അയ്യപ്പേട്ടൻ പറഞ്ഞു, അതെ കുഞ്ഞെ, തുറന്നു പറഞ്ഞാലും കുഴപ്പമില്ല, അതിനു മുമ്പ് നല്ലൊരു റിഹേഴ്സൽ എടുക്കണമെന്ന് പറയാം. എന്ത് റിഹേഴ്സൽ? അല്ല, ഗീത കുഞ്ഞിനോട് പ്രണയം തുറന്നു പറയുന്നതിന് മുമ്പ് എങ്ങനെ പറയണം എന്നൊക്കെ റിഹേഴ്സൽ. പിന്നെ അതിന്റെ ആവശ്യമൊന്നുമില്ല, എനിക്കിത് നേരിട്ട് പറയാൻ പറ്റുമെന്ന് പറയാം. പിന്നെ എന്താ നേരിട്ട് ഇത്രയും കാലമായിട്ട് പറയാതിരുന്നത്? അല്ല, അത് പിന്നെ അവളുടെ കണ്ണിലേക്ക് നോക്കുമ്പോ എന്തോ എനിക്കങ്ങോട്ട് പറയാൻ പറ്റുന്നില്ല. പക്ഷെ ഇതങ്ങനെയല്ല, ഞാൻ ഉറപ്പായിട്ടും പറയുമെന്ന് പറയാം. എന്നാ ഒരു കാര്യം ചെയ്യേ, കുഞ്ഞൊരു റിഹേഴ്സൽ അങ്ങോട്ട് നടത്താൻ പറയണം. റിഹേഴ്സലോ? എന്ത് റിഹേഴ്സല്? അല്ല, പ്രണയം തുറന്നു പറയുന്നതായിട്ട് ഗീത കുഞ്ഞിനോട് റിഹേഴ്സലൊക്കെ നടത്തി വേണം നമ്മൾ പ്രണയം തുറന്നു പറയാനായിട്ട്, അല്ലെങ്കിൽ നമ്മുടെ പ്രണയം പൊട്ടി പാളീസായി പോകുന്ന പറയാം. അത് ശരിയാ. ഒരു കാര്യം ചെയ്യേ, ഞാനിവിടെ മുമ്പിലിരിക്കുന്നുണ്ട്, കുഞ്ഞ് കണ്ണടയ്ക്ക്, അന്ന് ഗീതുവിനെ അങ്ങ് സങ്കല്പിക്ക്. ഗീതുവിനെ സങ്കല്പിക്കാൻ, അതെ, മായയായിട്ടുള്ള ഗീതു, അതെ. കുഞ്ഞിന്റെ മനസ്സിലേക്ക് ഗീതുവിനെ അങ്ങോട്ട് ആവാഹിച്ചെടുക്കുക. ഗീതു കുഞ്ഞ് മനസ്സ് വന്നിരിക്കണേ. പിന്നീട് നിങ്ങളുടെ കല്യാണം കഴിയുന്ന എല്ലാ കാര്യങ്ങളും അങ്ങ് ചിന്തിച്ചു നോക്കിയേ, എങ്ങനെയുണ്ട്? അന്നിട്ട് ആ പ്രണയം അങ്ങോട്ട് തുറന്നു പറഞ്ഞേ. അങ്ങനെ നമ്മൾ കുറെ റിഹേഴ്സൽ എടുത്താൽ മാത്രമേ നമുക്ക് പ്രണയം തുറന്നു പറയാൻ പറ്റുള്ളൂ എന്ന് പറയാം. ഇത് കേട്ടപ്പോൾ ഗോവിന്ദൻ ശരി എന്നും പറഞ്ഞ് അങ്ങോട്ട് കണ്ണടയ്ക്കുവാണ്. കണ്ണടച്ച് ഇങ്ങനെ ശ്വാസം എടുത്തിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. പെട്ടെന്ന് ഗോവിന്ദന്റെ മനസ്സിലേക്ക് താൻ മണിയറയിൽ ഇരിക്കുന്ന പോലെ തോന്നി. ആദ്യ രാത്രിയാണ്. ബെഡിൽ ഇങ്ങനെ മുല്ലപ്പൂവും പൂക്കളെല്ലാം വിതറിയിട്ടുണ്ട്. അങ്ങനെ ഗീതിനെ പ്രതീക്ഷിച്ചിരിക്കുമ്പോ ഗീത സെറ്റ് സാരിയൊക്കെ എടുത്ത് ഇങ്ങനെ കടന്നു വരിക. അങ്ങനെ വന്ന് ഗോവിന്ദന്റെ അരിയിൽ ഇരിക്കുക. എന്താ കണ്ണേട്ടാ, എന്നെ ഇങ്ങനെ നോക്കണം എന്നാന്ന് ചോദിക്കും. ഒന്നുമില്ല. അതെ, നിനക്ക് എന്നെ ഇഷ്ടമാണോന്ന് ചോദിക്കാം. ഇത് കേട്ടതും ഗീത ഒരു നിമിഷം മിണ്ടിയില്ല. എനിക്കറിയാം, അതെ, സ്ത്രീകളെല്ലാരും ആഗ്രഹിക്കുന്ന പുരുഷന്മാര് പ്രണയം തുറന്നു പറയണമെന്നാ, അതുകൊണ്ടല്ലേ നീ ഇങ്ങനെ നാണിച്ചിരിക്കണെന്ന് പറയാം. പോ കണ്ണേട്ടാന്ന് പറഞ്ഞിട്ട് ഗീത ഇങ്ങനെ ഇരിക്കുക. അപ്പൊ എനിക്ക് മനസ്സിലായി, നിനക്ക് എന്നോട് ഇഷ്ടമല്ലേ, ഇങ്ങോട്ട് വാടിയെന്ന് പറഞ്ഞിട്ട് ഗീതനെ ചേർത്ത് പിടിക്കുകയാണ്. പെട്ടെന്ന് അയ്യപ്പേട്ടനൊരു ശബ്ദം ഉണ്ടാക്കി. ഇത് കേട്ട ഗോവിന്ദ് ഞെട്ടി കണ്ണുറന്നു. എന്താ അയ്യപ്പേട്ട, എന്താ കാര്യം ചോദിക്കാം. അല്ല, അത് പിന്നെ കുഞ്ഞ് സ്വപ്നത്തിലല്ലായിരുന്നു, മായ സ്വപ്നത്തിലല്ലായിരുന്നു. അപ്പൊ ഞാൻ ഗീതു കുഞ്ഞിന്റെ സൗണ്ട് ഇട്ടാന്ന് പറയും. നശിപ്പിച്ചു. നല്ലതായിട്ട് ഞാനൊന്ന് കണ്ട് സെറ്റായിട്ട് വന്ന ആ സമയത്ത് അതിന്റെ ഇടയ്ക്കിലേക്ക് കീറുന്നു. അതല്ലേലും അങ്ങനെയാണല്ലോ. അയ്യപ്പേണ്ണെ കൊണ്ട് എനിക്ക് എന്തെങ്കിലും ഒരു ഗുണമുണ്ടോന്ന് ചോദിക്കാം. എന്റെ കുഞ്ഞ് ഇങ്ങനെയൊന്നും പറയില്ലെന്ന് പറയണം. പിന്നെ ഇങ്ങനെ പറയാതെ ആകെപ്പാടെ മനുഷ്യനൂടെ നല്ല കുറച്ച് സമയങ്ങളായിരുന്നു പറയാം. ഒരു കാര്യം ചെയ്യേ, കുഞ്ഞ് ഇപ്പൊ തന്നെ ഈ കെട്ടുവിടാതെ ഇപ്പൊ തന്നെ വിളിച്ചിട്ട് ഗീത കുഞ്ഞിനോട് പ്രണയം അങ്ങോട്ട് തുറന്നു പറയാൻ പറയണം. അതൊന്നും വേണ്ട, ഈ സമയത്ത് പറഞ്ഞാൽ ശരിയാവത്തില്ല. അതെന്താ? ഒന്നുമില്ല, പറയാൻ പറ്റുമെങ്കിൽ ഈ സമയത്ത് പറ. ഫോൺ എടുത്ത് വിളിക്കാൻ പറയണം. അങ്ങനെ ഫോൺ നോക്കി കഴിഞ്ഞപ്പോ ഫോൺ അവിടെ ഇല്ല. അയ്യോ അയ്യപ്പേട്ടാ, ഫോൺ ചാർജിൽ കുത്തിയിട്ടേക്കുവെന്ന് പറയണം. ഇനിയിപ്പോ എന്ത് ചെയ്യും? ഒരു കാര്യം ചെയ്യാം, ഞാൻ പോയി എടുത്തോണ്ട് വരാം.
എന്ന് പറഞ്ഞിട്ട് അയ്യപ്പേട്ടൻ ഒരു പാട്ടൊക്കെ പടിയും കൊണ്ട് എഴുന്നേക്കണം. ഈ സമയം ഗോവിന്ദൻ ഒരു കാര്യം ചെയ്യുക, രണ്ടെണ്ണോടെ ഒഴിച്ചു വെച്ചിട്ട് അയ്യപ്പേട്ടൻ പോയി ഫോൺ എടുത്തോണ്ട് പോവാ. അപ്പൊ ഞാൻ ഒന്നുകൂടെ ഒന്ന് സെറ്റ് ആവട്ടെ, ആ പറയാനുള്ളൊരു മൂഡ് ക്രിയേറ്റ് ചെയ്യട്ടെ എന്ന് പറഞ്ഞിട്ടാ, ക്രിയേറ്റ് ചെയ്യട്ടെ എന്ന് പറയാം. ശരിയെന്ന് പറഞ്ഞ അയ്യപ്പേട്ടൻ 2 ഗ്ലാസ്സിനകത്തേക്ക് ഒഴിച്ചു വെച്ചിട്ട് പോവാണ് ഫോൺ എടുക്കാനായിട്ട്. ഈ സമയത്ത് ഗോവിന്ദ് എന്ത് ചെയ്യണ്ട, 2 ഗ്ലാസ്സിൽ അങ്ങോട്ട് ഒരേപോലെ അങ്ങോട്ട് അടിക്കുകയാണ്. സൂപ്പർ, ഇപ്പൊ നല്ല ഭംഗിയുണ്ട്, ഇപ്പൊ തലയ്ക്ക് എന്തേലുമൊക്കെ ആയിട്ടുണ്ട്. ഇനി അവൾ ഇങ്ങോട്ട് വരട്ടെ, അവളോട് തന്റെ പ്രണയം താൻ തുറന്നു പറയും. ഫോണിക്കൂടെങ്കിൽ ഫോണിക്കൂടെ, നേരിട്ടെങ്കിൽ നേരിട്ട്, പ്രണയം തുറന്നു പറയാതിരിക്കാൻ പറ്റില്ല എന്ന് ഗോവിന്ദ് കരുതുവാണ്. ഈ സമയത്താണ് ഗീതുവിന്റെ സ്കൂട്ടി താഴെ വന്നത്. ഗീതു മുകളിലേക്ക് കയറി വരുമ്പോൾ ലോൺലിയിലിരിക്കുന്ന ആ പുൽമൈതാനത്ത് ഇരിക്കുന്ന ഗോവിന്ദിനെ കാണും. ഗോവിന്ദ് നല്ല ഫിറ്റായിട്ട് ഇരിക്കുവാണ്, ആടിയാടിയിരിക്കുന്നത്. ഈ കാഴ്ച കണ്ട് ഗീതുവിന് സഹിച്ചില്ല. അപ്പൊ താൻ ഇല്ലാത്ത സമയം നോക്കി കണ്ണേണ്ട ഇവിടെ നല്ല മദ്യപാനം വരുന്നുണ്ട്. ഇതങ്ങനെ വെറുതെ വിട്ടുകൊടുത്തിട്ട് കാര്യമില്ല. ഈ സമയത്ത് ഗീതു ഗോവിന്ദന് മുന്നിലേക്ക് വരിക. അപ്പൊ ഗീതുവിനെ കണ്ടതും ഗോവിന്ദ് കരുതി, ആ മായാമോഹിനി വന്നോന്ന് ചോദിക്കണം. മായാമോഹിനിയോ? അതാരാ ഈ മായ? ആരാന്ന് ചോദിക്കുക. അല്ലേ, എന്റെ ഭാര്യ ഗീതുവേ, ഇതൊക്കെ ഒരു ഫാന്റസി അല്ലേ? അവൾ എന്റെ മുന്നിൽ വന്ന് നിൽക്കുന്നതായിട്ട് എനിക്ക് തോന്നുന്നല്ലേ? ഇത് വെറും തോന്നല് മാത്രമാന്ന് പറയാം. ഓഹോ, അപ്പൊ ഞാൻ തോന്നല് മാത്രമല്ലേ, ഒറിജിനൽ അല്ലല്ലേ എന്ന് ഗീതു പറയണം. ഒറിജിനൽ ഒന്നും അല്ലാന്ന് പറയണേ. ഇത് കേട്ടാൻ ഗീതുവിന് ദേഷ്യം വന്നു. ഗീതു ആ ടേബിളിലിരിക്കുന്ന മദ്യവും പ്ലേറ്റും എല്ലാം കൂടെ തട്ടി എറിയുകയാണ്. ആഹാ, അപ്പം ഒറിജിനൽ അല്ലല്ലേ? ഒറിജിനൽ ആന്ന് ഞാൻ വെറുതെ തെറ്റിദ്ധരിച്ചല്ലേന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ടാൻ പറഞ്ഞു, ഓഹോ, അപ്പൊ ഇത്ര സമയം ആയാന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ഒറിജിനലാന്ന് പറയുവാണെന്ന് ചോദിക്കുക. കാരണം ഫിറ്റായി കഴിഞ്ഞപ്പോ എന്താ പറയണേ, അങ്ങനെയൊന്നും ഒരു ബോധമില്ലാത്ത അവസ്ഥയിലേക്ക് വരുമായിരുന്നു ഗോവിന്ദ്. ഗോവിന്ദ് പെട്ടെന്ന് പറഞ്ഞു, നീ മായയാന്ന് എനിക്കറിയാം, മായകൾക്ക് എന്നെ ടച്ച് ചെയ്യാൻ സാധിക്കില്ല എന്ന് പറയാം. ആദ്യമായിട്ടാ ഒരു മായ ഗീത് വന്നിട്ട് ഈ പ്ലേറ്റുകളൊക്കെ തട്ടി ഉരുട്ടിയിടുന്നേ. ഇത് കേട്ടതും ഗീത് പറഞ്ഞു, അപ്പൊ ഞാൻ മായയല്ലേ? ഞാൻ മായയാണോ ഗീതുവാണോ ഞാൻ കാണിച്ചു തരാന്ന് പറഞ്ഞിട്ട് ഗോവിന്ദിട്ട് പോയി കുറെ അടിയിടിയെ കൊടുക്കണം. ആഹാ, മായ ടച്ച് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടല്ലോ എന്ന് പറയാം. മായ മായ മായ, മനുഷ്യൻ ഭ്രാന്ത് പിടിക്കുന്നുണ്ട്. ഞാൻ കാണിച്ചു തരാം മായയാണോ മന്ത്രമാണെന്നൊക്കെ എന്ന് പറഞ്ഞിട്ട് കയ്യിലേക്ക് ഇപ്പൊ നല്ല കടി കൊടുക്കുകയാണ്. ഗോവിന്ദ് വേദന കൊണ്ട് കിടന്ന് പൊളയുവാണ്. ഇപ്പം മനസ്സിലായാലോ ഞാൻ മായ ഗീതുവാണോ ഒറിജിനൽ ഗീതുവാണെന്ന്? ശരിയാ, ഒറിജിനൽ ഗീതു ഒരു രാക്ഷസിയല്ലേ? മായാഗീതു നല്ല സോഫ്റ്റാ, എന്തിനും നല്ല പെരുമാറ്റം, എന്ത് ഭംഗി കാണാനായിട്ടും. ഒറിജിനലാണെങ്കിൽ ഒരു രാക്ഷസി അല്ലേന്ന് പറയാം. അപ്പൊ ഞാൻ രാക്ഷസി അല്ലേന്ന് ചോദിക്കും. അല്ല, അത് പിന്നെ ഞാൻ ഇങ്ങോട്ട് വാ, ഞാൻ വെച്ചിട്ടുണ്ട്, ഞാൻ കാണിക്കുന്നുണ്ട്, ഞാൻ മുറിയിലേക്ക് കയറി വാ. എന്റെ ദൈവമേ, ഈ മനുഷ്യനെ എങ്ങനെ ഞാൻ ഈ മുറി വരെ ഒന്ന് എത്തിക്കുമെന്ന് പറയണം. ഈ സമയത്താണ് അയ്യപ്പേട്ടൻ ഒരു പാട്ടൊക്കെ പാടി ഫോണൊക്കെ എടുത്തോണ്ട് വരുന്നേ. പെട്ടെന്ന് ഗോവിന്ദൻ പറഞ്ഞു, അയ്യപ്പേട്ടാ ഇത് മായയല്ല, ഇത് ഒറിജിനലാന്ന് പറയണം. അയ്യപ്പേട്ടൻ അപകടം മണത്തു. കുഞ്ഞെ, ഞാൻ പിടിക്കപ്പെട്ട അയ്യപ്പേട്ടാ, ഇനി എനിക്ക് എന്ത് ചെയ്യണം എന്നറിയത്തില്ല. അയ്യപ്പേട്ടൻ രക്ഷപ്പെട്ടോളം പറയണം. ഈ സമയത്ത് ഗീത പറഞ്ഞു, ഇങ്ങോട്ട് വാ മനുഷ്യാന്ന് പറഞ്ഞിട്ട് ഗോവിന്ദന്റെ കയ്യെ കയറി പിടിക്കണം. അങ്ങോട്ട് പിടിച്ചപ്പോഴത്തേനും ഗോവിന്ദൻ അങ്ങോട്ടും ഇങ്ങോട്ട് ആടിയാടി പോവാ. എങ്ങനെ മുറി കൊണ്ടാക്കും? ഇതിനുള്ള ഞാൻ വെച്ചിട്ടുണ്ട്, നാളെ നേരെ ഒന്ന് വെളുത്തോട്ടെ. അപ്പൊ ഇതിന് വേണ്ടിയിട്ടാ ഈ കൂത്ത് കാണിക്കാൻ വേണ്ടി ഇവിടെ ഇരുന്നല്ലേന്ന് ചോദിക്കും. എന്റെ ഗീതു, ഞാൻ ഇച്ചിരി കുടിച്ചുപോയി, എന്നോട് ക്ഷമിക്ക്. നിന്റെ അമ്മയ്ക്ക് അസുഖമാണെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ അറിയാതെ ഇച്ചിരി കുടിച്ചു പോയതാ. അപ്പൊ അതിന്റെ ഒരു ടെൻഷനായിരുന്നു പറയും. ഈ സമയത്ത് അയ്യപ്പേട്ടൻ പറഞ്ഞു, അതിന്റെ ടെൻഷനോ? അതുകൊണ്ടല്ലോ കുഞ്ഞു കുടിച്ചത് ഗീതനോട് ആ കാര്യം തുറന്നു പറയാനല്ലേന്ന് ചോദിക്കുകയാണ്. ഇതേട്ടൻ ഗീത പറഞ്ഞു, ഇതിൽ ആര് പറയുന്നത് ഞാൻ വിശ്വസിക്കണം? സത്യം പറ, ഒരാൾ പറയും സന്തോഷം കൊണ്ടാണ്, ഒരാൾ പറയും സങ്കടം കൊണ്ടാണ്, ആരില്ല ഞാൻ വിശ്വസിക്കേണ്ടതെന്ന് ചോദിക്കുക. ഈ സമയം ഗോവിന്ദ് പറഞ്ഞു, നീ എന്നെ വിശ്വസിച്ചാൽ മതി എന്ന് പറയാം. ഞാൻ വിശ്വസിക്കുന്നുണ്ട്, വാന്ന് പറഞ്ഞിട്ട് ചേർത്ത് പിടിച്ചുകൊണ്ട് പോവാണ്. ഈ സമയം അയ്യപ്പേട്ടൻ പറഞ്ഞു, വാ ഞാനും കൂടെ പിടിക്കാന്ന് പറയണം. ഗീതനോട് വേണ്ട, ഇതിനെ തന്നെ ഞാൻ ചുമക്കാൻ പെടുന്ന പാടേ. ഇനിയിപ്പം ആന വന്ന് മേത്ത് വീണിട്ടുണ്ടെങ്കിൽ ഞാൻ ആകെപ്പാടെ പ്ലിങ്ങിപ്പോവും, അതിന്റെ ആവശ്യമില്ലാന്ന് പറയാം. ഇതിനെയാകുമ്പോൾ ഞാൻ പതുക്കെ എങ്ങനെയെങ്കിലും റൂമിൽ കൊണ്ടുവന്ന് കിടത്തിക്കോളാം. ഈ സമയം ഗോവിന്ദ് മനസ്സിൽ കരുതി, ഇച്ചിരി പൂസ് അങ്ങോട്ട് അഭിനയിക്കാം, അങ്ങനെയാണെങ്കിൽ ഇവിടെ തന്നെ കുറച്ചുകൂടെ അങ്ങോട്ട് ചേർത്ത് നിർത്തുമല്ലോ. ആ ഒരു സന്തോഷമായിരുന്നു ഗോവിന്ദിനുണ്ടായിരുന്നേ. പിന്നീട് ഗീത ഒരു വിധത്തിൽ പിടിച്ചോണ്ട് അങ്ങോട്ട് പോവാ. ഈ സമയത്തെല്ലാം ഗോവിന്ദ് ഇങ്ങനെ ആടി വീഴുന്ന പോലെ കാണിക്കുന്നുണ്ട്. ഗീത പറഞ്ഞു, എന്തൊരാട്ടവത് പറഞ്ഞിട്ട് കാലിൽ ആട്ടമൊക്കെ നിർത്തുന്നുണ്ട്, ഞാൻ കാണിച്ചു തരാം നാളെ ഞാൻ. നീക്കല്ലേലും ഇത്ര അഹങ്കാരം ഇത്ര കൂടുന്നുണ്ടെന്ന് പറയണം. ഗോവിന്ദാണ് ഇത് കേട്ടിട്ട് ഗോവിന്ദന് ഒരു മൈൻഡും ഇല്ലായിരുന്നു. ഗീത ഒരു വിധത്തില് ഗോവിന്ദനെ കൊണ്ട് സ്റ്റെയർ കയറി മുകളിലേക്ക് അങ്ങോട്ട് കയറി പോവാ. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ കണ്ടത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രൊമോയി വരാട്ടോ. ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.